ഹലോ എവരിവൺ. അത് നമ്മൾ CHSL വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക്കയുടെ 4ാമത്തെ ക്ലാസ് ആണെന്ന്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിലും 2023 CHSL എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പഠിക്കാൻ വേണ്ടി റെഡിയാണല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെയാണ്. ഇൻ ദ 11th century the army of which of the following cholas reached up to Ganga to invade Bengal? ബംഗാളിനെ ഇൻവേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗയുടെ അടുത്തെത്തിയ ചോള റൂളർ ആരാണ്? അല്ലെങ്കിൽ ഏത് ചോള റൂളറിൻ്റെ ആർമിയാണ് എത്തുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയാമോ? ഇതിന് ആൻസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര ചോളയാണ് കേട്ടോ. ആൻസർ ആരാണ്? രാജേന്ദ്ര ചോള. ഇത് കൂടാതെ രാജേന്ദ്ര ചോളയെ ബേസ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വിക്ടർ ഓഫ് ഗാംഗസ്. ഓക്കെ, വിക്ടർ ഓഫ് ഗാംഗസ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് നമ്മുടെ രാജേന്ദ്ര ചോളനെയാണ്. അതുപോലെ തന്നെ ഗംഗൈക്കൊണ്ട ചോള എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തത് എന്താണ്? ഗംഗൈക്കൊണ്ട ചോള. ഓക്കെ, ഗംഗൈക്കൊണ്ട ചോള എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തത് ആരാണ്? അതും രാജേന്ദ്ര ചോള തന്നെയാണ്. ഓക്കെ, ഗംഗൈക്കൊള്ള ചോണ്ട എന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വിക്ടർ ഓഫ് ഗാംഗസ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? രാജേന്ദ്ര ചോള തന്നെയാണ്. നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ നോക്കി രാജരാജ ഫസ്റ്റ്. ഇത് എപ്പോഴും SSC എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. രാജരാജ ഫസ്റ്റ് ബൃഹദേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജരാജ ഫസ്റ്റ് ആണ് കേട്ടോ. ഏത് ടെമ്പിളാണ്? ബൃഹദേശ്വര ടെമ്പിൾ. ഓക്കെ, ബൃഹദേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജരാജ ഫസ്റ്റ് ആണ്. ബൃഹദേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണ്? രാജരാജേശ്വര ഫസ്റ്റ് ആണ്. ഐരാവതേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് ചോദിക്കാം. ഐരാവതേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജരാജ സെക്കൻഡ് ആണ് കേട്ടോ. ഐരാവതേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജരാജ സെക്കൻഡ് ആണ്. അപ്പോൾ ബൃഹദേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജരാജ ഫസ്റ്റ്. ഐരാവതേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജരാജ സെക്കൻഡ്. ആ രണ്ട് കാര്യങ്ങളും ക്ലിയർലി ഓർത്തിരിക്കാമല്ലോ. ഇനി തേർഡ് ഓപ്ഷൻ നോക്കേ, വിജയാലയ. ഫൗണ്ടർ ഓഫ് ചോള ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന ആരെയാണ്? വിജയാലയാണ് കേട്ടോ. ഫൗണ്ടർ ഓഫ് ചോള ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന ആരെയാണ്? വിജയാലയാണ്. ഫൗണ്ടർ ഓഫ് ചോള ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന ആരെയാണ്? വിജയാലയാണ്. ഇനി വിജയാലയ ഫോം ചെയ്ത ഒരു ടെമ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ വിജയാലയ ബിൽറ്റ് ചെയ്തൊരു ടെമ്പിൾ ഉണ്ട്. അതേതാണെന്നറിയാമോ? അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. വിജയാലയ ബിൽറ്റ് ചെയ്ത ടെമ്പിളാണ് നിശംഭു സുധനി ടെമ്പിൾ കേട്ടോ. നിശുംഭ സുധനി ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണ്? അത് വിജയാലയാണ് കേട്ടോ. നിശംഭ സുധനി ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അതാരാണ് ബിൽറ്റ് ചെയ്തത്? വിജയാലയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, വിക്ടർ ഓഫ് ഗാംഗസ് എന്നറിയപ്പെടുന്നു, ഗംഗൈക്കൊണ്ട ചോള എന്നറിയപ്പെടുന്നു ആരെയാണ്? രാജേന്ദ്ര ചോള. പിന്നീട് പറഞ്ഞത് രാജരാജ ചോള. ചിലപ്പോൾ രാജരാജ ചോള ഫസ്റ്റ്. ബൃഹദേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജരാജ ഫസ്റ്റ്. ഐരാവതേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജരാജ സെക്കൻഡ്. ഫൗണ്ടർ ഓഫ് ചോള ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന ആളാണ് വിജയാലയ. വിജയാലയ ബിൽറ്റ് ചെയ്ത ടെമ്പിളാണ് ഏതെന്ന് പറയുന്നത്? നിശുംഭ സുധനി ടെമ്പിൾ. ഓക്കെ, നിശുംഭ സുധനി ടെമ്പിൾ ബിൽറ്റ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? അത് വിജയാലയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത് പോയിന്റ് വൈസ് ആക്കി ഞാൻ പറഞ്ഞുതരാം. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോള അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് ഉത്തരമേരൂർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ കേട്ടോ. ഉത്തരമേരൂർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്തിനെ പറ്റി പറയുന്നു? ചോള അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് ഇത് ഉത്തരമേരൂർ
പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഉത്തരമേരൂർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ പറയുന്നതിനെ പറ്റിയാണ് ചോള അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ചോള അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ചോള അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഉത്തരമേരൂർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ചോള അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് ഏത് ഉത്തരമേരൂർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഈ ചോള അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ചോളന്മാര് ജൈന ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന ലാൻഡിന് ഒരു പേരിലായിരുന്നു പറയുന്നത്. ലാൻഡ് ഡൊണേറ്റഡ് ടു ജൈന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ജൈന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡൊണേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ലാൻഡിനെ പറയുന്ന പേര് പള്ളിച്ചന്തം എന്നാണ് കേട്ടോ. ഓക്കെ, പള്ളിച്ചന്തം എന്നാണ്. ജൈന ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഡൊണേറ്റ് ചെയ്യപ്പെട്ട ലാൻഡിനെ പള്ളിച്ചന്തം എന്നും, ലാൻഡ് ഗിഫ്റ്റഡ് ടു ടെമ്പിൾസ്, ടെമ്പിൾസിന് ഗിഫ്റ്റ് ആയിട്ട് നൽകിയിരുന്ന ലാൻഡിനെ ദേവാദന എന്നും, ലാൻഡ് ഗിഫ്റ്റഡ് ടു ബ്രാഹ്മണ, ബ്രാഹ്മണന്മാർക്ക് നൽകിയിരുന്ന ലാൻഡിനെ ബ്രഹ്മാദയ എന്നും, ലാൻഡ് ഗിഫ്റ്റഡ് ടു ബ്രാഹ്മണ ബ്രഹ്മാദയ എന്നും. Then also land gifted for the maintenance of schools. സ്കൂൾസിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യപ്പെട്ട ലാൻഡിനെ ശാലഭോഗ എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. ശാലഭോഗ. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യം കൂടി പഠിക്കണം. ചോള അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചോള അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഉത്തരമേരൂർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചോള അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഏതാണ് ഉത്തരമേരൂർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇത് കൂടാതെ ലാൻഡ് ഡൊണേറ്റഡ് ടു ജൈന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജൈന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡൊണേറ്റ് ചെയ്യപ്പെട്ട ലാൻഡിനെ പള്ളിച്ചന്തം എന്നും, ടെമ്പിൾസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യപ്പെട്ട ലാൻഡിനെ ദേവാദന എന്നും, ബ്രാഹ്മണന്മാർക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യപ്പെട്ട ലാൻഡിനെ ബ്രഹ്മാദയ എന്നും, ലാൻഡ് ഗിഫ്റ്റഡ് ഫോർ ദി മെയിൻ്റനൻസ് ഓഫ് സ്കൂൾസ് എന്നും പറഞ്ഞിരുന്നു ശാലഭോഗ. എല്ലാം പഠിച്ചു വെച്ചോ. ഇതെല്ലാം ഡയറക്ട്ലി SSCയുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എല്ലാം എന്ത് ചെയ്യുക, പോയിന്റ് വൈസ് ആയിട്ട് നോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് പറഞ്ഞ ഫാക്ടുകളെല്ലാം ഓർമ്മയുണ്ടാവും. വിക്ടർ ഓഫ് ഗാംഗസ് എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോള, ഗംഗൈക്കൊണ്ട ചോള എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോള, ബൃഹദേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത് രാജരാജ ചോള, ദെൻ നിശംബാസുധനി ടെമ്പിൾ ബിൽറ്റ് ചെയ്ത് വിജയാലയ, ഐരാവതേശ്വര ടെമ്പിൾ ബിൽറ്റ് ചെയ്ത് രാജരാജ സെക്കൻഡ്, ഫൗണ്ടർ ഓഫ് ചോള ഡൈനസ്റ്റി എന്നറിയപ്പെടുന്നത് വിജയാലയ. ദെൻ ചോള അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് ഏത് ഉത്തരമേരൂർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ദെൻ ലാൻഡ് ഡൊണേറ്റഡ് ടു ജൈന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പള്ളിച്ചന്തം, ലാൻഡ് ഡൊണേറ്റഡ് ടു ബ്രാഹ്മണ ബ്രഹ്മാദയ, ലാൻഡ് ഡൊണേറ്റഡ് ടു ടെമ്പിൾസ് വിദേവാദന, ആൻഡ് ഫൈനലി ലാൻഡ് ഡൊണേറ്റഡ് ഫോർ ദി മെയിൻ്റനൻസ് ഓഫ് സ്കൂൾ എന്ത് പറയാൻ പറ്റും ശാലഭോഗ എന്നും പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഞാൻ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചുകൂടി പോവുക. പിന്നീടുള്ള ടൈം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് പോലെ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ വെർ ദി ഫസ്റ്റ് ഒളിമ്പിക് ഗെയിംസ് ഹെൽഡ്? ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത് ഏത് വർഷമാണ്? അത് 1896 കേട്ടോ. ഫസ്റ്റ് ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത് ഏത് വർഷമാണ്? അത് 1896 ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടക്കുന്നത്. ഫസ്റ്റ് ഒളിമ്പിക് ഗെയിംസ് ഏത് വർഷമാണ്? 1896. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണെന്ന് അറിയാമോ? ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ, ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ, ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂൺ 23 കേട്ടോ. ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ജൂൺ 23. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയണം. IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയാമോ? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുസൈൻ, സ്വിറ്റ്സർലൻഡ്. ഓക്കെ,
എവിടെയാണ്? ലുസൈൻ, സ്വിറ്റ്സർലൻഡിലെ ലുസൈനിലാണ് എന്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുസൈൻ, സ്വിറ്റ്സർലൻഡിലാണ്. അത് ഓർക്കാം. ഇനി നമ്മുടെ ഒളിമ്പിക് ഫ്ലാഗിൽ ടോട്ടൽ എത്ര റിങ്സ് ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒളിമ്പിക് ഫ്ലാഗിൽ ടോട്ടൽ എത്ര റിങ്ങുകളാണുള്ളത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഒളിമ്പിക് ഫ്ലാഗിൽ ടോട്ടൽ എത്ര റിങ്ങുകളാണുള്ളത്? ഇതിന് ആൻസർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ്ലി നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒളിമ്പിക് ഫ്ലാഗിൽ ടോട്ടൽ എത്ര റിങ്സുകളാണുള്ളത്? അത് ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇനി ഒളിമ്പിക്സിന് കാര്യം പറയുമ്പോൾ ഓർക്കേണ്ടത്, നമുക്ക് ഹോക്കിയിൽ ഒളിമ്പിക്സിൽ എത്ര തവണ മെഡൽ ലഭിച്ചെന്നറിയാമോ? അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇത് പറഞ്ഞുതരാം. ഓക്കെ, ഒളിമ്പിക്സിൽ നമുക്ക് ഹോക്കിയിൽ ഒളിമ്പിക്സിൽ നമുക്ക് 8 തവണയാണ് കേട്ടോ മെഡൽ കിട്ടിയിട്ടുള്ളത്. എത്ര തവണയാണ്? 8 ടൈംസ് ആണ്. എക്സാമിന് ഹോക്കിയിൽ നമുക്ക് ആദ്യം ഗോൾഡ് മെഡൽ ലഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. ഹോക്കിയിൽ നമുക്ക് അവസാനമായി ഗോൾഡ് മെഡൽ ലഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഹോക്കിയിലെ ഗോൾഡ് മെഡൽ ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എത്ര തവണ ഹോക്കിയിലെ ഗോൾഡ് മെഡൽ? ഓക്കെ, ഈ 4 ക്വസ്റ്റ്യനും ക്ലിയർലി നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഹോക്കിയിൽ ഗോൾഡ് മെഡൽ ലഭിച്ച വർഷം അറിയണം. ഇത് കൂടാതെ ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 4 വർഷം തന്നിട്ട് ഇതിലെ ഹോക്കിയിൽ ഗോൾഡ് മെഡൽ ലഭിക്കാത്ത വർഷം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അറിയണം നമുക്ക് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ ലഭിച്ച വർഷം എന്നൊക്കെയാണ്. എൻ്റെ കൂടെ തന്നെ പഠിച്ചോ. ആദ്യമായിട്ട് കിട്ടുന്ന വർഷം ഓർത്ത് വെക്കുക 1928. ഇതങ്ങ് പഠിച്ചു വെച്ചോ, 1928. ഇനി 4 വർഷം കൂടുമ്പോഴാണെന്ന് അറിയാലോ. അപ്പോൾ 1928 കഴിഞ്ഞാൽ പിന്നെ എന്നാണ്? 1932. 1932 കഴിഞ്ഞാൽ പിന്നെ എന്നാണ്? 1936. പിന്നെ 39 മുതൽ 45 വരെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈം. ആ ടൈമിൽ കണ്ടക്ട് ചെയ്തിരുന്നില്ല. അതിനുശേഷം പിന്നീട് 1948. ഓക്കെ, 48 കൂടെ വീണ്ടും 4 ആഡ് ചെയ്താൽ 1952. 1952 കഴിഞ്ഞാൽ 4 വർഷം കഴിയുമ്പോൾ വീണ്ടും ഗോൾഡ് മെഡൽ ലഭിക്കുന്നു 1956. ഫൈനലി ഉള്ള 2 വർഷം ഇവിടുന്ന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് അതും പഠിച്ചു വെക്കേണ്ടി വരും. 1964 ആൻഡ് 1980. നമുക്ക് ഹോക്കിയിൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ലഭിക്കുന്നത് ഈ 8 വർഷങ്ങളിലാണ്. ഓക്കെ, 1928, 1932, 1936 ആൻഡ് 1936 കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 1948, 52, 56, 64 ആൻഡ് 1980. ഈ 8 തവണയായിട്ടാണ് ഈ 8 തവണയാണ് നമുക്ക് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ ലഭിക്കുന്നത്. ഇനി ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കേ. ഹോക്കിയിൽ ആദ്യമായി ഗോൾഡ് മെഡൽ ലഭിച്ച വർഷം എന്നാണ്? 1928. ഹോക്കിയിൽ അവസാനം ഗോൾഡ് മെഡൽ ലഭിച്ച വർഷം എന്നാണ്? 1980. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഹോക്കിയിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ ലഭിക്കുന്ന വർഷം 1948. ഇനി ഏത് വർഷം ചോദിച്ചാലും അതിൽ ഹോക്കിയിൽ മെഡൽ കിട്ടിയിട്ടുള്ള വർഷം ക്ലിയർലി സെലക്ട് ചെയ്യാൻ പറ്റൂലേ? ബിക്കോസ് എന്താണ്, നമുക്ക് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ ലഭിച്ച 8 വർഷങ്ങളും ക്ലിയർലി അറിയാം. അതുകൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. പ്രഥം ബാങ്ക്, ദ ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ആണ് ഏത്? പ്രഥം ബാങ്ക്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് കേട്ടോ. പ്രഥം ബാങ്ക് ഇന്ത്യയുടെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ആണ് പ്രഥം ബാങ്ക്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിൽ. ഈ ബാങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1975. എന്നാണ്? 1975. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം 1975. എവിടെയാണ്? അതിന് ആൻസർ ഉത്തർപ്രദേശിലുമാണ്. ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് കണക്റ്റഡ് ഫാക്റ്റുകൾ പറയാനില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടുസു പരബ് is the harvest festival of which of the following Indian state? ടുസു പരബ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ടുസു പരബ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ ഈ ടുസു ഫെസ്റ്റിവൽ മുന്നേ പ്രീവിയസ് ഇയർ തന്നെയാണ്.
ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 2023 ക്വസ്റ്റ്യനാണ്. ബട്ട് ഇത് ഓൾറെഡി 2023 മുന്നേ നടന്ന എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ടുസു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് എന്താണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ. ടുസു പരബ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ടുസു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ടുസു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാർഖണ്ഡിലാണ്. ടുസു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ജാർഖണ്ഡിലാണ് ടുസു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ടുസു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാർഖണ്ഡിലാണ്. അതുകൂടാതെ തന്നെ ടുസു ഫെസ്റ്റിവൽ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിന് ആൻസർ പൗഷ് മന്തിലാണ് കേട്ടോ. ഹിന്ദു കലണ്ടറിലെ പൗഷ് മന്തിലാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ടുസു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ വരുമ്പോൾ ഡിസംബർ ജാനുവരി മന്ത്. ഇംഗ്ലീഷ് കലണ്ടറിലെ ഡിസംബർ ജാനുവരി മന്ത്. ഹിന്ദു കലണ്ടർ ആയിരുന്നു എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പൗഷ് മന്തിലാണ്. പൗഷ് മന്തിൽ. അങ്ങനെയാണെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഹോളി അല്ലേ? ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണ്? ഫൽഗുണ മന്ത്. ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് മന്തിലാണ്? ഫൽഗുണ മന്ത്. ഹോളി ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് മന്തിലാണ്? ഫൽഗുണ മന്തിലാണ്. അതുപോലെ ദീപാവലി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേത് മന്തിലാണ്? കാർത്തിക് മന്തിൽ. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഒക്ടോബർ, നവംബർ. അതുകൂടി ഓർക്കുക. അപ്പോൾ ടുസു പരബ് ഫെസ്റ്റിവൽ എവിടെയാണ്? ജാർഖണ്ഡിൽ. ഏത് മന്താണ്? പൗഷ് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടുസു പരബ് ഫെസ്റ്റിവൽ ജാർഖണ്ഡിൽ ഏത് മന്തിൽ? പൗഷ് മന്തിൽ. അതൊക്കെ ആണല്ലോ. ഇനി ജാർഖണ്ഡില് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ അറിയാലോ, സാർഹുൾ ഫെസ്റ്റിവൽ. മോസ്റ്റ് റിപ്പീറ്റഡ് ആണല്ലേ. സാർഹുൾ ഫെസ്റ്റിവലിനെ ബേസ് ചെയ്ത് കണ്ടീഷൻ വൈസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സാർഹുൾ ഫെസ്റ്റിവൽ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. സാർഹുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹിന്ദു കലണ്ടറിൽ ഏത് മന്തിലാണ്? അത് ചൈത്ര മന്തിലാണ്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, സാർഹുൾ ഫെസ്റ്റിവൽ ഡയറക്ട്ലി സെലിബ്രേറ്റ് ചെയ്യുന്ന സീസൺ CGL എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഏത് സീസൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സ്പ്രിംഗ് സീസൺ. ഓക്കെ, സാർഹുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സീസൺ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? സ്പ്രിംഗ് സീസണിലാണ്. ഇത് കൂടാതെ ജാർഖണ്ഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? ജാവ ഫെസ്റ്റിവൽ. JJ അല്ലേ? ജാവ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. ജാവ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡില്. അപ്പൊ ടോട്ടൽ ഇതിനെ കൺസോളിഡേറ്റ് ചെയ്തൊന്ന് പറഞ്ഞുതരാം. ടുസു പരബ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡില്. ഏത് മന്ത് ആണെന്ന് പഠിച്ചു വെച്ചോ? പൗഷ മന്ത്. അതിനുശേഷം പിന്നീട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത് ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് ഫൽഗുണ മന്ത്. ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാർത്തിക് മന്തിലാണ്. സാർഹുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാർഖണ്ഡില്. ഏത് മന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈത്ര മന്തിലാണ്. ദെൻ പിന്നീട് പറഞ്ഞത് ജാവ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാർഖണ്ഡില്. അപ്പോൾ ഈ സ്ലൈഡിൽ ജാർഖണ്ഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന 3 ഫെസ്റ്റിവൽ പഠിച്ചു. ഏതൊക്കെയാ? ജാവ ഫെസ്റ്റിവൽ പഠിച്ചു, ദെൻ ടുസു പരബ് പഠിച്ചു, ദെൻ ഓൾസോ സാർഹുൾ ഫെസ്റ്റിവൽ. സാർഹുള്, ജാവ ആൻഡ് ടുസു എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay. According to 2011 census, what is the literacy rate of New Delhi district? ന്യൂ ഡൽഹിയുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? ന്യൂ ഡൽഹിയുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ നോർമലി ലിറ്ററസി റേറ്റ് എത്രയാ? നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാ? വൺ സെക്കൻഡ്. നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാ? നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 74.04% ആണ് നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൽ ലിറ്ററസി എത്രയാണ്? നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 74.04%. ഇതിൽ മെയിൽ ലിറ്ററസി എത്രയാണ്? അതുപോലെ
ഫീമെയിൽ ലിറ്ററസി. ബിക്കോസ് ഇത് പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം നമ്മുടെ എക്സാമിന് തന്നെ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി? ഈ ക്വസ്റ്റ്യൻ ഒക്കെ ക്ലിയർലി ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ 3 വാല്യൂസും നമ്മൾ പഠിച്ചിരിക്കണം. ഇന്ത്യയുടെ ടോട്ടൽ ലിറ്ററസി റേറ്റ് എത്രയാണ്? 74.04%. അതിൽ മെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ 82.14ഉം ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ 65.46ഉം ആണ്. ഓക്കെ, മെയിൽ ലിറ്ററസി റേറ്റ് 82.14ഉം ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 65.46% ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ന്യൂഡൽഹിയുടെ ആണ് അല്ലേ? എത്രയാണ്? 88.01% ആണ്. എത്രയാണ്? 88.01%. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് തമിഴ്നാടിന്റെ ലിറ്ററസി റേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എല്ലാ സ്റ്റേറ്റിന്റെയും ലിറ്ററസി റേറ്റ് എടുത്ത് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മുടെ എക്സാമിന് പഠിക്കാനുണ്ട്. സോ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതെ ചെയ്യാനും പറ്റണം. ഓക്കെ, അപ്പോൾ തമിഴ്നാടിൻ്റെ ലിറ്ററസി റേറ്റ് എത്രയാണ്? തമിഴ്നാടിൻ്റെ ലിറ്ററസി റേറ്റ് 80.3% ആണ് കേട്ടോ. തമിഴ്നാടിൻ്റെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 80.3% ആണ് തമിഴ്നാടിൻ്റെ ലിറ്ററസി റേറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. In which year did Carl Anderson discover a positively charged particle called positron whose mass appears to be equal to the mass of an electron? അപ്പോൾ ഇതിനകത്ത് നിന്ന് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടും. നമ്മുടെ എക്സാമിന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് പോസിട്രോൺ ഡിസ്കവർ ചെയ്യുന്നത് ആരാണെന്ന്. അതാരാണെന്നുണ്ട്? കോൾ ആൻഡേഴ്സൺ ആണെന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കിട്ടി. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന ടൈമിൽ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ പഠിക്കാതെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് അതുകൂടി പഠിക്കാം. ബിക്കോസ് പിന്നീട് ഒരു തവണ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ആ ക്വസ്റ്റ്യനിൽ വന്ന ഫാക്റ്റ് ആയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ പോസിട്രോൺ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഡിസ്കവർ ചെയ്ത ആരാണ്? കോൾ ആൻഡേഴ്സൺ. പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് വർഷമാണെന്നാണ്. കോൾ ആൻഡേഴ്സൺ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആയിട്ടുള്ള പോസിട്രോൺ ഡിസ്കവർ ചെയ്ത വർഷം അത് 1932-ലാണ്. എന്നാണ് 1932-ലാണ് പോസിട്രോൺ ആര് ഡിസ്കവർ ചെയ്യുന്നത്? കോൾ ആൻഡേഴ്സൺ ഡിസ്കവേർഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following state is the largest producer of lignite coal? ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ആ സ്റ്റേറ്റിന്റെ ലിറ്ററസി റേറ്റ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു തമിഴ്നാട്. 80.3% ആയിരുന്നു തമിഴ്നാടിന്റെ ലിറ്ററസി റേറ്റ്. അപ്പൊ തമിഴ്നാടാണ് ലിഗ്നൈറ്റിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ലിഗ്നൈറ്റിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഏത് സ്റ്റേറ്റ് ആണ്? അത് തമിഴ്നാടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which year was the first railway line constructed in India? ആദ്യത്തെ റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നാണ്? ഫസ്റ്റ് റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്ന വർഷം 1853-ലാണ് കേട്ടോ. ഈ റെയിൽവേ ലൈൻ കണക്ട് ചെയ്യുന്ന പ്ലേസസ് കൂടി നമ്മൾ അറിയണം. അത് ബോംബെ ടു താനെയാണ്. ഫസ്റ്റ് റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് 1953-ല്. അത് കണക്ട് ചെയ്യുന്ന പ്ലേസസോ ബോംബെ ടു താനെ. ഓൾസോ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറിയണം ഇത് ആറ് ടൈം പീരീഡിലാണ്, ആറ് ടെന്യൂറിലാണ് ഈ റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ലോർഡ് ഡൽഹൌസിയുടെ ടൈമിലാണ് കേട്ടോ. ലോർഡ് ഡൽഹൌസിയുടെ ടൈമിലാണ്. ഓക്കെ, ലോർഡ് ഡൽഹൌസിയുടെ ടൈം പീരീഡിലാണ് എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ആദ്യത്തെ റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആരുടെ സമയത്താണ്? ലോർഡ് ഡൽഹൌസിയുടെ ടൈം പീരീഡിലാണ്. ഏത് വർഷം? 1853-ല്. ഏതൊക്കെ പ്ലേസസിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു? ബോംബെ ടു താനെ. ഒന്നുകൂടി പറയുന്നു, ശ്രദ്ധിച്ചിരുന്നോണേ. ആദ്യത്തെ റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്ന വർഷം 1853-ല്. കണക്ട് ചെയ്യുന്ന പ്ലേസസോ ബോംബെ ടു താനെ. ആരുടെ ടൈം പീരീഡിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലോർഡ് ഡൽഹൌസി. ഓക്കെ. The original Constitution of India was handwritten in English. അപ്പോൾ ഇംഗ്ലീഷിൽ ഹാൻഡ് റിട്ടൺ ചെയ്തത് ആരാണ്?
ആൻസർ ആരാണ്? പ്രേം ബിഹാരി നരൈൻ റൈസാഡ. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, പ്രേം ബിഹാരി നരൈൻ റൈസാഡ, അറിയാവുന്ന ക്വസ്റ്റ്യൻ. സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം, ദ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഇൻ ദ കൺട്രി. നമ്മുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം. ചിലപ്പം ക്വസ്റ്റ്യൻ വരിക നമ്മുടെ ഇന്ത്യയുടെ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഏതാണെന്നായിരിക്കും. അപ്പോൾ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഇൻ ദ കൺട്രി ഏതാണ്? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം. ഓക്കെ, ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഇൻ ഇന്ത്യ ഏതാണ്? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം. ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂർക്കേല, ഒഡീഷയാണ് കേട്ടോ. എവിടെയാണ്? റൂർക്കേല, ഒഡീഷ. അപ്പൊ ലാർജസ്റ്റ് ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? ഒഡീഷയിലെ റൂർക്കേലയിലാണ്. ഓർക്കാലോ. ഇനി അപ്പൊ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം, ഇന്ത്യയിലുള്ള ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഏതാ? ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയമാ. അതെവിടെയാ? ഒഡീഷയിലെ റൂർക്കേലയില്. ഒരു തവണ അതുപോലെ തന്നെ ഹോക്കി ഫീൽഡിന്റെ ഡയമെൻഷൻ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഹോക്കി ഫീൽഡിന്റെ ഡയമെൻഷൻ, ഹോക്കി ഫീൽഡിന്റെ ഡയമെൻഷൻ 91.4 മീറ്റർ ലോങ്ങും 55 മീറ്റർ വൈഡും ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജിഡിയുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഹോക്കി ഫീൽഡിന്റെ ലെങ്ത് 91.4 മീറ്റർ ലോങ്ങും ദെൻ 55 മീറ്റർ വൈഡും ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. ദ ഡാഷ് കണക്ട് ഇന്ത്യാസ് 4 ബിഗ് മെട്രോ സിറ്റി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഞാൻ എന്തിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ ആഡ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ 4ാമത്തെ സ്ട്രാറ്റജിക്ക് ക്ലാസ് ആണ്. ഐ തിങ്ക് ഏകദേശം 2 ക്ലാസ്സിലെങ്കിലും നമ്മൾ ഗോൾഡൻ ക്വാഡ്രിലാറ്ററിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം സെയിം ടോപ്പിക്കിനെ തന്നെ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററിൽ തന്നെ പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററിൽ കണക്ട് ചെയ്യുന്ന പ്ലേസസ്, ഗോൾഡൻ ക്വാഡ്രിലാറ്ററിന്റെ ലെങ്ത് ഇല്ലേ? ഗോൾഡൻ ക്വാഡ്രിലാറ്ററിന്റെ ലെങ്ത് എത്രയായിരുന്നു? 5846 കിലോമീറ്റർ അല്ലേ? ഗോൾഡൻ ക്വാഡ്രിലാറ്ററിൽ കണക്ട് ചെയ്യുന്ന പ്ലേസസ് ഏതൊക്കെയാ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അതുപോലെ തന്നെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററിൽ ലോഞ്ച് ചെയ്യുന്നത് ആരാണ്? AB വാജ്പേയി. അങ്ങനെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മെട്രോ സിറ്റി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത കണക്ട് ചെയ്യുന്ന ഏതാണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററലാണ്. കണ്ടോ, അത് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. സോ അതെന്ത് ചെയ്യുക? അതുകൂടി പഠിച്ചു പോവുക. അടുത്തത് പാണ്ഡവാനി ഫോക്ക് സിംഗർ ഡാഷ് ഇസ് എ പത്മഭൂഷൺ അവാർഡി ഓഫ് 2003. ഇതും തീജൻ ബായി ആണ് കേട്ടോ. ആൻസർ എന്താണ്? ആൻസർ ഓട്ടോമാറ്റിക്കലി ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞുപോയി. തീജൻ ബായി ആണ്. ഈ തീജൻ ബായിയെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കണ്ടോ എങ്ങനെയൊക്കെയാണ്? അതായത് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പറ്റീഷൻ വരും. ഒരേ പേഴ്സണിൽ തന്നെയുള്ള ഫാക്റ്റുകൾ അടുത്ത പ്രാവശ്യം വീണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ പാണ്ഡവാനി ഫോക്ക് സിംഗർ ആണ് ആരെന്ന് പഠിക്കുക. പാണ്ഡവാനി ഫോക്ക് സിംഗർ ആണ് തീജൻ ബായി. അത് പഠിച്ചു വെക്കാലോ. പാണ്ഡവാനി ഫോക്ക് സിംഗർ ആണ് ആര്? തീജൻ ബായി എന്ന് പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യനകത്തുണ്ട് തീജൻ ബായിക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 2003ലാണ്. തീജൻ ബായിക്ക് പത്മശ്രീ ലഭിക്കുന്ന വർഷം അത് 1988ലാണ്. പത്മഭൂഷൺ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്, അത് 2003ലാണ്. പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം അത് 2019ലാണ്. 3 വർഷം പഠിച്ചു വെച്ചോ. ഓക്കെ, തീജൻ ബായി പാണ്ഡവാനി ഫോക്ക് സിംഗർ ആണ്. ഏത് സ്റ്റേറ്റ് ആണ്? അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളല്ലേ. ഏത് സ്റ്റേറ്റ് ആയിരുന്നു? അത് ഛത്തീസ്ഗഡ് ആയിരുന്നു കേട്ടോ. ഏത് സ്റ്റേറ്റ് ആയിരുന്നു? ഛത്തീസ്ഗഡ് ആയിരുന്നു. തീജൻ ബായി പാണ്ഡവാനി ഫോക്ക് സിംഗർ ആണ്. ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലോ ഛത്തീസ്ഗഡ് ആണ്. പത്മശ്രീ ആണെങ്കിൽ 1988ല്, പത്മഭൂഷൺ ആണെങ്കിൽ 2003ല്, പത്മവിഭൂഷൺ ആണെങ്കിൽ 2019ലും ലഭിക്കുന്നു. നെക്സ്റ്റ് name the oval shaped range of hills
സ്കൾപ്റ്റഡ് ബൈ ഗ്ലേഷ്യൽ ഫ്ലോ. ഓവൽ ഷേപ്ഡ് ഹിൽസ് ആണ് അല്ലേ? എങ്ങനെയാണ്? സ്കൾപ്റ്റഡ് ബൈ ഗ്ലേഷ്യൽ ഫ്ലോ. അതേ പറയുന്നത് ഡ്രംലിൻസ് എന്നാണ് കേട്ടോ. എന്താണ്? ഡ്രംലിൻസ്. ഇത് അതുപോലെ ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഹിന്ദു ഷാഹി കിങ്ഡം? ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നത്തെ സീരീസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ തന്നെ പിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അധികം കണക്റ്റഡ് ഫാക്റ്റുകൾ പറയാനില്ലാത്തതും എന്നാൽ എക്സാമിന് ഇനിയും അതുപോലെ ചോദിക്കാൻ പ്രോബിലിറ്റി കൂടിയതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് അവയ്ക്ക് ഞാൻ കണക്റ്റഡ് ഫാക്റ്റ് പറയാതെ അവയെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചത് ഹിന്ദു ഷാഹി കിങ്ഡം. ശരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഹിന്ദു ഷാഹി കിങ്ഡത്തെ പറ്റി അധികം കാര്യങ്ങൾ പഠിക്കാനില്ല. ബട്ട് ഈ കാര്യം പഠിച്ചു വെച്ചോ, ഹിന്ദു ഷാഹി കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ വൈഹിന്ദ് ആണ് കേട്ടോ. ഹിന്ദു ഷാഹി കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? അത് വൈഹിന്ദ് ആണ്. അതുപോലെ ഈ ഹിന്ദു ഷാഹി കിങ്ഡവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരാളാണ് ജയപാല എന്നുകൂടി ഓർക്കുക. ഹിന്ദു ഷാഹി കിങ്ഡവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആരെന്ന് ഓർക്കുക? ജയപാല എന്നുകൂടി ഓർക്കുക. അപ്പൊ ഹിന്ദു ഷാഹി കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? വൈഹിന്ദ്. ഹിന്ദു ഷാഹി കിങ്ഡത്തിലെ ഒരു റൂളറാണ് ആര്? ജയപാല. അത് ഓർക്കാലോ. The density of population in India as per census of 1951. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കാണും. നമ്മൾ എന്തായാലും എക്സാമിന് പോകുമ്പോൾ 2011 സെൻസസിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് ഫാക്റ്റുകൾ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ റീസെന്റ് നടന്ന എല്ലാ എക്സാംസ് നോക്കുവാണെങ്കിൽ എല്ലാ എക്സാമിനും സെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സെൻസസ് പഠിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. പെട്ടെന്ന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കാണുമ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ 382 എന്ന് പറയുന്ന ആൻസറും ഉണ്ട്. നമ്മൾ വേഗത്തിൽ എന്ത് ചെയ്യും? അതങ്ങ് മാർക്ക് ചെയ്യും. സോ ക്വസ്റ്റ്യൻ കെയർഫുള്ളി നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഓപ്ഷൻസ് ചിലപ്പോൾ പറഞ്ഞുതരാം. നോർമലി നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, എന്നിട്ട് മാത്രമേ ആൻസർ പിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ പെട്ടെന്ന് കാണുമ്പോഴേ 382 എഴുതിയ നിങ്ങൾ നോക്കേ 2011 അല്ല 1951 എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. സോ കെയർഫുൾ ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വായിക്കുക. ഇനി GK ക്വസ്റ്റ്യൻസ് എപ്പോഴും GK നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എക്സാമിന് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒറ്റ വായനയിൽ വായിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ GK ഒരു 10 മിനിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ നമുക്ക് ഓപ്ഷൻ വൈസ് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിച്ച് ചില ക്വസ്റ്റ്യൻസിനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കണക്റ്റഡ് ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് ഒറ്റ വായനയിൽ അറിയില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്റ്റഡ് ഫാക്റ്റ് ഉപയോഗിച്ച് അഥവാ ചെയ്യാൻ പറ്റും തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒറ്റ റൗണ്ടിൽ പോകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു വെച്ചോ. ദെൻ ബാക്കിയെല്ലാം മാക്സിമം റീസണിങ്ങും ഇംഗ്ലീഷും എല്ലാം സോൾവ് ചെയ്ത് വന്നതിന് ശേഷം ഉള്ള ടൈമിൽ വേണമെങ്കിൽ ഇതൊന്ന് വായിച്ച് ആ സമയത്ത് വേണമെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാനുള്ള ടൈം കിട്ടും. അപ്പോൾ ആ ടൈമിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്ഷൻസിനെ വൈസ് എലിമിനേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരാളെക്കാട്ടിൽ എത്ര മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റുന്നോ അത്രയും മാർക്ക് നമ്മൾ വാങ്ങിക്കണം. അതായിരിക്കണം നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ആൻസറിലോട്ട് വരാം അല്ലേ? അപ്പം ഈ 382 എന്ന് പറയുന്നത് എന്താണ്? 382 എന്ന് പറയുന്നത് നമ്മുടെ 2011 പോപ്പുലേഷൻ ഡെൻസിറ്റി ആണല്ലേ. 2011 പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് എത്ര? 382 persons per സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ ചോദിച്ചു കണ്ടോ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ 1951 പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്? 117 persons per സ്ക്വയർ കിലോമീറ്റർ ആണ് കേട്ടോ. 117. ഓക്കെ, 117 ആണ്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 2011 പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്? 382 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാ? പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാ? അറിയണ്ടേ? കഴിഞ്ഞ CGL എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു പോപ്പുലേഷൻ ഡെൻസിറ്റി ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയ ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്? സോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹയസ്റ്റ് ബീഹാർ എന്ന് പഠിക്കുന്നതിന് കൂടെ തന്നെ പഠിച്ചോളുക. പോപ്പുലേഷൻ ഡെൻസിറ്റി ഹയസ്റ്റ് ആയിട്ടുള്ള ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി
1106 ആണ്. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റി ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി RRBയുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് 17 persons per square kilometer ആണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ 2011 സെൻസസ് പ്രകാരം പോപ്പുലേഷൻ ഡെൻസിറ്റി ആണെങ്കിൽ 382 ആണ്. 1951 പോപ്പുലേഷൻ ഡെൻസിറ്റി ആണെങ്കിൽ 117. ഈ 1951 പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് എക്സാമിന് 1947 ബ്രിട്ടീഷ് റൂൾ എൻഡ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1947 നമ്മുടെ ലിറ്ററസി ബ്രിട്ടീഷ് റൂൾ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൺലി 12% ആയിരുന്നു കേട്ടോ. 1951 നമ്മുടെ ലിറ്ററസി റേറ്റും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് 18.33% ആണ് കേട്ടോ. 1951 ലിറ്ററസി റേറ്റ് എത്രയാണ്? 18.33% ആണ്. അതുകൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Joseph Francois Dupleix was the Governor General of which of the following East India Companies? അപ്പോൾ ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആണ് ആര്? ജോസഫ് ഫ്രാങ്കോയിസ് ഡ്യൂപ്ലെക്സ്. ഓക്കെ, ജോസഫ് ഫ്രാങ്കോയിസ് ഡ്യൂപ്ലെക്സ് ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആണ്? ഫ്രഞ്ച് ആണ് കേട്ടോ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആണ് ആര്? ഫ്രാങ്കോയിസ് ഡ്യൂപ്ലെക്സ്. ജോസഫ് ഫ്രാങ്കോയിസ് ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ ഫ്രാങ്കോയിസ് ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ ജോസഫ് ഫ്രാങ്കോയിസ് ഡ്യൂപ്ലെക്സ് ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫ്രഞ്ച് ആണ്. ഓക്കെ, The Koya movement in Malkanagiri during 1818 was led by. ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പിക്ക് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന് മുന്നേ പ്രീവിയസ് അധികം ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ കുറച്ച് പിക്ക് ചെയ്തതാണ്. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോയ മൂവ്മെൻറ്റ് എവിടെയായിരുന്നു? മൽക്കനാഗിരി ആയിരുന്നു അല്ലേ? ഡ്യൂറിങ് 1880. വർഷം എന്നാണ്? 1880. ചിലപ്പോൾ ഇനി ചോദിക്കുക കോയ മൂവ്മെൻറ്റ് ഏത് വർഷമാണെന്നായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം ഏത് വർഷമാണ്? 1880 അല്ലേ? ബ്രാക്കറ്റിൽ നൗ ഇൻ ഒഡീഷ എന്നുണ്ട്. മൽക്കനാഗിരി എവിടെയാണ്? ഒഡീഷയിലാണെന്നുണ്ട് അല്ലേ? അത് ലീഡ് ചെയ്ത ആളുടെ പേര് ഞാൻ ആദ്യം ഒന്ന് പറയാം. ടാമാഡോറയാണ് കേട്ടോ. ടാമാഡോറ. അപ്പോൾ കോയ മൂവ്മെൻറ്റ് മൽക്കനാഗിരിയിൽ 1880. മൽക്കനാഗിരി ഇപ്പം എവിടെയാണെന്ന് പറയുന്നു? ഒഡീഷയിലാണെന്ന് പറയുന്നു. ലീഡ് ചെയ്തത് ആരാണ്? ടാമാഡോറ. അതിൻ്റെ ആൻസർ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മൽക്കനാഗിരി ഇവിടെ പഠിക്കുമ്പോഴേ ഈ മൽക്കനാഗിരിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സിൽ ഒരു ന്യൂസ് നമുക്ക് പഠിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി മൽക്കനാഗിരി എയർപോർട്ട്, ഓക്കെ, റീസെൻ്റ്ലി മൽക്കനാഗിരി എയർപോർട്ട്, 1 സെക്കൻഡ്, റീസെൻ്റ്ലി മൽക്കൻഗിരി എയർപോർട്ട്, ഓക്കെ, മൽക്കൻഗിരി എയർപോർട്ട് ഇനാഗുറേറ്റ് ചെയ്തത് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വരും. എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. എവിടെയാണ്? ഒഡീഷയിൽ. നമ്മൾ ചിലപ്പോൾ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളെ പറ്റി പഠിച്ചിട്ടായിരിക്കും എക്സാമിന് പോവുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനൊരു എയർപോർട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ സാധ്യത ഉണ്ടാവുക. അവിടെ അങ്ങനെ ഒരു എയർപോർട്ട് എന്തുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റീസെൻ്റ്ലി ഇനാഗുറേറ്റ് ചെയ്താ കറണ്ട് അഫയേഴ്സിലെ എയർപോർട്ടിന് റിലേഷൻ ഉണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യങ്ങളെ സ്റ്റാറ്റിക് ജി കെ ആക്കിയും അല്ലെങ്കിൽ ജി കെ ആക്കി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിനെ ബേസ് ചെയ്ത് കറണ്ട് അഫയേഴ്സിലുള്ള 2 കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. റീഡിംഗ് ലോഞ്ച് ചെയ്ത എയർപോർട്ട്, നമുക്ക് വായിക്കാനുള്ള ഒരു സ്പേസ്. റീഡിംഗ് ലോഞ്ച് ചെയ്ത എയർപോർട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ടാണ് കേട്ടോ. ലീഡിംഗ് ലോഞ്ച് ചെയ്ത എയർപോർട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാരണാസിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് എവിടെയാണ്? വാരണാസിയിൽ. ഇത് കൂടാതെ റീസെൻ്റ്ലി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുന്ന എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുന്ന എയർപോർട്ട് മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. ഏതാണ്? മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട്.
റീസെന്റ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്റ്റാറ്റസ് ലഭിക്കുന്ന എയർപോർട്ട് ഏതാണ്? മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്. മൽക്കരാഗിരി എയർപോർട്ട് ആണെങ്കിൽ ഒഡീഷ. റീഡിംഗ് ലോഞ്ച് ചെയ്ത എയർപോർട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് വാരണാസി. ദെൻ ഓൾസോ ഇന്റർനാഷണൽ എയർപോർട്ട് സ്റ്റാറ്റസ് ലഭിച്ച എയർപോർട്ട് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടുമാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Which of the following awards was presented by Guru Bipin Singh? പോപ്പുലർ ഇൻ മണിപ്പൂരി ഡാൻസ്. കണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ അവാർഡുകൾ പറയുന്നത്. എനിക്കറിയാം വർഷങ്ങൾ പഠിക്കാൻ പാടാണ്, മറന്നു പോകുന്നറിയാം. പക്ഷേ എങ്കിലും ഞാൻ പത്മ അവാർഡ്സ് പറയുമ്പോൾ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും എല്ലാം പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓരോ പേഴ്സൺസിനും ലഭിച്ചിട്ടുള്ള കൃത്യമായ അവാർഡുകൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൃത്യമായിട്ട് ആൻസർ സോൾവ് ചെയ്യാനായിട്ട് പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗുരു ബിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസർ ആണ്. ഡയറക്ട്ലി എക്സാമിന് എഗെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഗുരു ബിപിൻ സിംഗ് ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അവിടെയും തെറ്റുപറ്റരുത്. ഏതാണ്? മണിപ്പൂരി ഡാൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇതും നമ്മൾ പഠിക്കണം. മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആര്? ഗുരു ബിപിൻ സിംഗ് എന്നുള്ളത്. മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ഗുരു ബിപിൻ സിംഗ്. ഓക്കെ, ഈ ഗുരു ബിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് ലഭിച്ചിട്ടുള്ളത് അല്ലേ? അതിൽ ആൻസർ ഏത് അവാർഡാണ്? സംഗീത നാടക അക്കാദമി അവാർഡാണ് കേട്ടോ. ഗുരു ബിപിൻ സിംഗിന് മണിപ്പൂരി ഡാൻസർ ആയിട്ടുള്ള ഗുരു ബിപിൻ സിംഗിന് ലഭിക്കുന്ന അവാർഡ് ഏതാണ്? സംഗീത നാടക അക്കാദമി അവാർഡ്. ഗുരു ബിപിൻ സിംഗിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം കൂടി ഓർക്കുക. എന്നാണ്? 1966 കേട്ടോ. ഗുരു ബിപിൻ സിംഗിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്? 1966. അപ്പോൾ ഗുരു ബിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്? 1966. ഇത് കൂടാതെ ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള് എക്സാമിന് ഡയറക്ട്ലി ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂൾ. ഓക്കെ, ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള് ഡാൻസ് സ്കൂള് ഇംഫാലിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ആരാണ്? ഗുരു ബിപിൻ സിംഗ് ആണ് കേട്ടോ. ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള് ഇംഫാല്. ഓക്കെ, ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള് ഇംഫാലിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ആരാണ്? ഗുരു ബിപിൻ സിംഗ്. അപ്പൊ ഈ സ്ലൈഡിൽ നിന്ന് പഠിക്കേണ്ട കാര്യം, ഗുരു ബിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസർ ആണ്. ദെൻ ഗുരു ബിപിൻ സിംഗ് മണിപ്പൂരി ഡാൻസർ. ദെൻ ഫൈനലി പറഞ്ഞ കാര്യം എന്താണ്? ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂള് ഇംഫാലിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ആരാണ്? അതും ഗുരു ബിപിൻ സിംഗ് ആണ്. ഗുരു ബിപിൻ സിംഗിന് 1966 1966 ലഭിക്കുന്ന അവാർഡാണ് ഇത്, സംഗീത നാടക അക്കാദമി അവാർഡ്. 19th ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇബൻ ബത്തൂത്ത എ ട്രാവലർ ഹെയിൽഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി? മൊറോക്കൻ ട്രാവലർ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൊറോക്കൻ ട്രാവലർ ആണ് ആര്? ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്തയുടെ ട്രാവലിനെ പറ്റിയുള്ള ഒരു ബുക്ക് ഉണ്ട്. അതാണ് അറബിക് ലാംഗ്വേജിലുള്ള ചിലപ്പോൾ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കും കേട്ടോ. ഇബൻ ബത്തൂത്തയുടെ അറബിക് ലാംഗ്വേജിലുള്ള ഒരു ബുക്കാണ് റിഹ്ല. ഇതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇബൻ ബത്തൂത്തയുടെ അറബിക് ലാംഗ്വേജിലുള്ള ബുക്കാണ് ഏത്? റിഹ്ല. RIHLAH റിഹ്ല. ഓക്കെ, അപ്പൊ ഇബൻ ബത്തൂത്ത ഹെയിൽഡ് ഫ്രം മൊറോക്കോ. നമ്മുടെ 20ാമത്തെ ആൻഡ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. ഹു സെഡ് പ്യൂറ is one of the mechanism which will be utilized for transforming our villages into productive economic zone? വില്ലേജസിനെ പ്രൊഡക്റ്റീവ് എക്കണോമിക് സോൺ ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന മെക്കാനിസം അല്ലേ? മെക്കാനിസത്തിൽ ഒന്നാണ് ഇത് പ്യൂറ. ഇതാരാണ് ഇങ്ങനെ പറഞ്ഞത്? Who said Pura is one of the mechanism which will be utilized for transforming our villages into productive economic zone? ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അപ്പോൾ ഈ പ്യൂറയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയണം. പ്രൊവിഷൻ ഓഫ്, എന്താണ് പ്യൂറയുടെ ഫുൾ ഫോം? പ്രൊവിഷൻ ഓഫ്, അതുകൂടി അറിയാം കേട്ടോ.
എന്നിട്ട് ഇതാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറയാം. പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ടു എ ആണ് റൂറൽ ഏരിയാസ്. ഫുൾ ഫോം എന്താണ്? പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ടു റൂറൽ ഏരിയാസ്. പ്രൊവിഷൻ ഓഫ് അർബൻ, ഇത് എ ആണ്. ഇത് എ ആണ്. ഓക്കെ. പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് അതൊന്നുകൂടി എഴുതാം. ഓക്കെ. പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ടു റൂറൽ ഏരിയാസ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിങ്ങനെ പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ APJ അബ്ദുൽ കലാം ആണ്. ആരാണ്? APJ അബ്ദുൽ കലാം. അങ്ങനെയാണെങ്കിൽ APJ അബ്ദുൽ കലാം യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? APJ അബ്ദുൽ കലാം യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്, ആ ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. ആ ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ. നമ്മൾ 20 ക്വസ്റ്റ്യൻസും അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായും അതിൻ്റെ എക്സ്പ്ലനേഷനുമായും വരുന്നൊരു ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഹാപ്പി ലേണിംഗ് ടു ഓൾ.